ലോങ് ലീവിന് ശേഷം തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവാട്ടോ. കോളേജിലോട്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വരുമ്പോ പേരന്റുമായിട്ട് വന്നാൽ മതി എന്നാട്ടോ പറഞ്ഞത്. കാരണം വേറൊന്നുമല്ല, കുറച്ച് ദിവസം ഞാൻ സ്വന്തമായിട്ട് ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു. അപ്പൊ അതിന് പേരന്റുമായിട്ട് വന്നാലേ കോളേജിൽ കയറ്റുള്ളൂ. അങ്ങനെ അമ്മയായിട്ടാട്ടോ ഞാൻ പോകുന്നത്. മാത്രമല്ല കേട്ടോ, അമ്മയുടെ സിസ്റ്ററും കൂടെ വരുന്നുണ്ടായിരുന്നു ബാംഗ്ലൂരോട്ട്. എല്ലാം കൂടെ ബസ്സിലാട്ടോ പോകുന്നത്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാട്ടോ ഞങ്ങൾ പോയത്. ബസ് അടുത്ത് നിർത്തിയ സമയത്ത് ഞങ്ങൾ പൊതിച്ചോറൊക്കെ കഴിച്ചിട്ട് നേരെ ബസ്സിൽ കയറി ഒരു ഉറക്കം അങ്ങോട്ട് ഇറങ്ങി. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറത്തേക്ക് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഡ്രസ്സ് എല്ലാം മാറി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇനി കോളേജിലോട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. എന്റെ അമ്മ എന്നെ അപ്പുറത്തേക്ക് നല്ല വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു, കോളേജിൽ പോയിട്ട് ഇനി എന്തൊക്കെ കേൾക്കണോ ആവോന്നൊക്കെ. അമ്മയെ സോപ്പിടാൻ വേണ്ടി ഞാൻ ഉടുപ്പിയിൽ വയറ് നിറയെ എന്തൊക്കെയോ വാങ്ങി കൊടുക്കുന്നുണ്ട്. എനിക്കാണ് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, എന്റെ മുഖത്ത് കാണുന്നില്ലെന്നേ ഉള്ളൂ. PTA മീറ്റിംഗ് ഒക്കെ സ്കൂളിൽ വരില്ലേ, അപ്പോഴും പേരന്റ് ഒക്കെ വരുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. ഞാൻ ക്ലാസ്സിലൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ പേരന്റ്സ് വരുമ്പോൾ. എന്റെ അമ്മയും കുഞ്ഞമ്മയും ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഈ മെട്രോ കയറുന്നത്. 3 വർഷം മുന്നേ അമ്മ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളൊന്ന് കാറിലാട്ടോ വന്നത്, അതുകൊണ്ട് മെട്രോ ഒന്നും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇറങ്ങി നേരെ ഒരു ഊബർ ബുക്ക് ചെയ്ത് കോളേജിലോട്ടാട്ടോ പോകുന്നത്.